തെരഞ്ഞെടുപ്പിന് ഇനി 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇരു മുന്നണികളും അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ കാര്യത്തിലും ചില സാമ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇരു കൂട്ടരും പറയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ്. ഇത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുമാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം ഗതാഗത മേഖലയിലും അങ്ങനെ തുടങ്ങി നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട നാനാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് ഇരു കൂട്ടരും പുറത്തിറക്കിയിരിക്കുന്നത്. രണ്ടുപേരും ഒരേ സമയം തന്നെ പത്രിക പുറത്തിറക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റവും സവിശേഷമായ ചില കാര്യങ്ങൾ ഇടതുമുന്നണി പുറത്ത് ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നു. 2031 അതായത് പുതിയ മന്ത്രിസഭ അധികാരമേറ്റ് 5 വർഷം പൂർത്തിയായി കഴിയുമ്പോഴേക്കും സംസ്ഥാനത്തെ സമ്പദ്ഘടന രാജ്യത്തിന് തുല്യമായ തരത്തിൽ ഉയർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അതായത് സാമ്പത്തികമായി സംസ്ഥാനം വലിയ തരത്തിൽ മുന്നിലെത്തും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഒപ്പം ആ സാമ്പത്തികമായി മുൻഗണനയിൽ നമ്മുടെ സംസ്ഥാനം എത്തിച്ചേരുമ്പോഴേക്കും അതിൻ്റെ വലിയ തരത്തിലുള്ള ഉപയോഗം യുവാക്കൾക്കും കർഷകർക്കുമൊക്കെ ലഭിക്കുമെന്നും പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തരത്തിലുള്ള പിന്തുണ തേടാതെ സംസ്ഥാനത്ത് നിന്ന് വികസനം നടപ്പിലാക്കാനാണ് ഇരു മുന്നണികളും ശ്രമിച്ചിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരം കേരളം കണ്ടതാണ്. ഏകദേശം 200-ലധികം ദിവസം പിന്നിട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തി, മുടിമുറിക്കൽ സമരം നടത്തി. അവരുടെ അവകാശങ്ങൾക്ക് ഇടതു സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ അവകാശവും അവരുടെ പരാതിയും. എന്നാൽ ആശാ വർക്കർമാരുടെ ദിവസവേതനം 700 രൂപയായാണ് UDFിൻ്റെ പ്രകടന പത്രികയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2036 ആകുമ്പോഴേക്കും നമ്മുടെ കായിക മേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകും എന്ന് പറയുന്നു. കായിക കേരളത്തിനു വേണ്ടി മിഷൻ 2036 നടപ്പിലാക്കുമെന്നും അവരുടെ UDFിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. നെല്ലിൻ്റെയും റബ്ബറിൻ്റെയും ഒപ്പം നാളികേരത്തിൻ്റെയും ഒക്കെ താങ്ങുവിലയും തറവിലയിലുമൊക്കെ വർധന കൂടി സൂചിപ്പിക്കുന്നു. റബ്ബർ കർഷകർക്ക് 300 രൂപയാണ് താങ്ങുവിലയായി പറയുന്നത്. ഒപ്പം നെൽ കർഷകർക്ക് 35 രൂപയും നാളികേര കർഷകർക്ക് 45 രൂപയും UDFിൻ്റെ വാഗ്ദാനത്തിലുണ്ട്. ഇത് തന്നെ ഏകദേശം LDFും വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാന പെരുമഴകൾ ഇല്ലെങ്കിൽ തന്നെയും ജനങ്ങൾക്ക് മടുപ്പ് തോന്നാത്ത തരത്തിലുള്ള പ്രകടന പത്രിക പുറത്തിറക്കാൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളതിൽ അവർക്ക് ആശ്വസിക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വൻകിട പദ്ധതികൾ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമൊക്കെ വെച്ചുകൊണ്ടായിരുന്നു വലിയ തരത്തിലുള്ള പദ്ധതികളുമായി അവർ രംഗത്ത് എത്തിയത്. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് മാത്രമല്ല, ഏതു പെൻഷൻ ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടുമിക്ക പെൻഷനുകളും 3000-ആയി ഉയർത്തി സാധാരണക്കാരെ ഒപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇടതുമുന്നണിക്ക് മുന്നിൽ ഉണ്ട്. UDF ആകട്ടെ മറ്റൊരു തരത്തിലേക്ക് മാറി ചിന്തിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു കോളേജുകളിലെ റാഗിങ്. അത് നിർത്തലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി, റാഗിങ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന വ്യാപകമായി ഒരു ആക്ഷൻ കൗൺസിൽ പോലുള്ളൊരു സംവിധാനത്തിന് രൂപം നൽകും. ഒപ്പം സ്റ്റേറ്റ് വിജിലൻസ് സംവിധാനം സംസ്ഥാനത്തെ നിലനിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കാൻ സാധ്യതയുള്ള അഴിമതികൾ അല്ലെങ്കിൽ അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റ് വിജിലൻസ് അതോറിറ്റിക്ക് രൂപം നൽകുമെന്നും UDF പറയുന്നുണ്ട്. ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ദേവസ്വം ബോർഡിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുതാര്യത വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു UDFിൻ്റെ പ്രകടന പത്രിക. LDF ആകട്ടെ ശബരിമലയ്ക്ക് വേണ്ടി പറയുന്നത് മാസ്റ്റർ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കും, പമ്പയുടെ വികസനം യാഥാർത്ഥ്യമാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള ഊന്നൽ നൽകുവാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജോബ് ടവർ എന്നുള്ള ഒരു സങ്കല്പം ആണ്. അതായത് വിദേശ രാജ്യങ്ങളിലെ
അതിനോടൊപ്പമുള്ള തൊഴിലുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു പ്രത്യേക സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുമെന്ന് ആണ് UDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. LDF ആകട്ടെ അല്പം കൂടി ചിന്തിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. സ്ത്രീകൾക്ക് 50% പേർക്ക്, തൊഴിൽ രഹിതരായ 50% പേർക്ക് ജോലി നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഉള്ള എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കുക തൊഴിൽ തേടുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും LDF പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അങ്ങനെ സമാനവും ഒപ്പം ജനങ്ങൾക്ക് വലിയ തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുമുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് കൂട്ടരും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചും ഇരുകൂട്ടരും പറയുന്നുണ്ട്. LDF തുടർ പദ്ധതികൾ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായി മാറിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് LDF പറയുന്നത്. UDF ആകട്ടെ ഒരു പടി കൂടി മുന്നോട്ട് മാറി നിന്നുകൊണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അവരുടെ അവകാശമാണ് കിടക്ക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ പൊതു ആരോഗ്യ രംഗം അത് മെച്ചപ്പെടുത്തുന്നതിനും സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ ആരോഗ്യ മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇരുവിഭാഗവും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ സഹായം തേടിക്കൊണ്ടോ ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതിക മേഖലകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ലൈറ്റ് മെട്രോയും അതായത് തിരുവനന്തപുരവും കോഴിക്കോടിൻ്റെയും ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി UDFിൻ്റെ പ്രകടന പത്രികയിൽ ലൈറ്റ് മെട്രോ സംവിധാനവും വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇരുകൂട്ടരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഉള്ള ദിവസങ്ങൾ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കായിരിക്കും കേരളം പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സാധാരണ പ്രകടന പത്രികകൾ കാണുന്ന തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളോ വലിയ പ്രതീക്ഷകളോ ഒന്നും തന്നെ ജനങ്ങൾക്ക് നൽകുന്നില്ല. ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപരമായി തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് UDFും LDFും പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. BJP ആകട്ടെ സാങ്കേതികമായി കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നടപ്പിലാക്കാൻ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ വൻകിട മാറ്റങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തൊഴിൽ മേഖലകൾക്കപ്പുറം മത്സ്യബന്ധന മേഖലയെയും ഒപ്പം പീഡിത വ്യവസായവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളെയുമൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ LDFും UDFും മത്സരിച്ച് പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇരു കൂട്ടരും ഇപ്പോൾ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത് ചർച്ചയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.